RSS നേതാക്കളുമായി രഹസ്യ കൂടിക്കാഴ്ച നടത്തിയതിൽ ഗുരുതര വീഴ്ച സംഭവിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് DGP ഷേഖ് ദർവേഷ് സാഹിബ് സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. റിപ്പോർട്ട് ഇന്നാണ് മുഖ്യമന്ത്രിക്ക് മുൻപിലേക്ക് എത്തുക. റിപ്പോർട്ട് എത്തിയതിനു ശേഷം നടപടി എന്നുള്ളതായിരുന്നല്ലോ അദ്ദേഹം പറഞ്ഞത്. അതേസമയം ADGPക്കെതിരെ PV അൻവർ ഉന്നയിച്ച പല ആരോപണങ്ങളിലും കഴമ്പില്ല എന്നുമുള്ളതാണ് റിപ്പോർട്ടിൽ കണ്ടെത്തൽ. അമൽ തേനംപറമ്പിലുണ്ട് വിവരങ്ങൾ നൽകാനായിട്ട്. അമൽ, ഗുഡ് മോർണിംഗ്. ഈ അൻവർ പറയുന്നത് സീമന്തപുത്രനാണ് ADGP, അതുകൊണ്ട് തന്നെ നടപടി ഉണ്ടാകില്ല എന്നുള്ള കാര്യമാണ്. നടപടി ഉണ്ടാകാനുള്ള സാധ്യത മുഖ്യമന്ത്രിക്ക് മുൻപിലേക്ക് എപ്പോഴേക്ക് റിപ്പോർട്ട് എത്തും? എന്തൊക്കെയാണ് റിപ്പോർട്ടിലുള്ളതിനെ പറ്റി പുതിയ വിവരങ്ങളൊക്കെ എന്തെങ്കിലും ലഭ്യമാകുന്നുണ്ടോ? നടപടിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാനാവുന്നത്. വലിയ സമ്മർദ്ദം CPIയുടെ ഭാഗത്തു നിന്നുമുണ്ട്, RJDയുടെ ഭാഗത്തു നിന്നുമുണ്ട്. അങ്ങനെ മുന്നണിക്കുള്ളിൽ തന്നെ വലിയൊരു പ്രശ്നമായി ഇത് വളർന്ന സ്ഥിതിക്ക് ADGPയെ സംരക്ഷിച്ച് ഇത്രയും കാലം പോയതുപോലെ ഇനിയും മുന്നോട്ട് പോകാൻ എത്ര കാലം മുഖ്യമന്ത്രിക്ക് കഴിയും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇപ്പോൾ ഈ ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിക്കാണ് DGP റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ DGP മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് തന്നെ വിശദീകരിക്കും. അതിനുശേഷമാകും എന്തെങ്കിലും തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് സർക്കാർ പോകുക. നിയമസഭാ സമ്മേളനം നടക്കും മുൻപ് നടപടി വേണമെന്നൊരു ആവശ്യം CPIയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ക്രമസമാധാന ചുമതലയിൽ നിന്നും അജിത് കുമാറിനെ മാറ്റണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം. സംസ്ഥാന സെക്രട്ടറി അടക്കം അത്തരമൊരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടും ബിനോയ് വിശ്വത്തെ പോലും ചെവിക്കൊള്ളാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല എന്നൊരു പൊതുവികാരം CPIക്കുള്ളിലുണ്ട്. അപ്പോൾ സ്വാഭാവികമായും സഭ വീണ്ടും വെള്ളിയാഴ്ച സഭ ചേർന്നുവെങ്കിലും വയനാട് മരിച്ചവർക്ക് അനുശോചനം അർപ്പിച്ച് പിരിയുകയാണ് ചെയ്തത്. ഇനിയിപ്പോൾ നാളെ സഭ വീണ്ടും ചേരുകയാണ്. പല വിഷയങ്ങൾ ADGP വിഷയം അടക്കമുള്ള വിഷയങ്ങൾ സഭയിൽ ആളിക്കത്തിക്കാനാണ് പ്രതിപക്ഷത്തിൻ്റെ തീരുമാനം. അപ്പോൾ സ്വാഭാവികമായും ഒരു നടപടി എടുക്കുകയാണെങ്കിൽ അത് പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയുണ്ടാകും. അതിനാൽ തന്നെ ഒരു നടപടിയിലേക്ക് പോകുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്ന കാര്യം അന്വേഷണ റിപ്പോർട്ട് വരട്ടെ എന്നുള്ളതാണ്. അത് DGPയുടെ അന്വേഷണ റിപ്പോർട്ടിന്റെ കാര്യത്തിലാണോ അതോ ഒരു പുതിയ അന്വേഷണ സംഘം 3 അന്വേഷണ സംഘങ്ങൾ